പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ
എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനിച്ച മണ്ണിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യദിന മഹോത്സവം നമ്മൾ ആചരിക്കുന്ന ഒരു വലിയ മഹത്വപൂർണമായ സുപ്രഭാതമാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും എല്ലാ മംഗളാശംസകളും. പരിശുദ്ധ അമ്മയെ, നമ്മുടെ രാജ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. അത് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണത്. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി, ഇംഗ്ലണ്ടിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭൂമുഖത്ത് ഏറ്റവും പുരാതനമായ സംസ്കാരത്തിൻ്റെ ഒരു പവലിയനിൽ ഞാൻ കയറി. അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. 6000 കൊല്ലത്തോളം ഡയറക്റ്റ് ഹിസ്റ്റോറിക്കൽ കണ്ടൻ്റുള്ള സംസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നതയുള്ളതും ചരിത്രമുള്ളതും ഇന്ത്യയാണ്. ലോകത്ത് 5000 കൊല്ലം. അപ്പോൾ ഓരോ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ വരുന്ന ഏറ്റവും വലിയ ഒരു 2000 കൊല്ലം അല്ലെങ്കിൽ 3000 കൊല്ലം. അമേരിക്കയിലൊക്കെ 400 കൊല്ലത്തെ പഴക്കമേ ഉള്ള അമേരിക്കയ്ക്ക്. അപ്പോൾ ഇത്രയും മഹത്വപൂർണ്ണമായ സംസ്കാര പൈതൃകമുള്ള രാജ്യമാണ്. അപ്പോൾ ആ പൈതൃകമുള്ള രാജ്യത്ത് 3000-ഓളം ഭാഷകളും 2800 രാഷ്ട്രീയ പാർട്ടികളും എന്തൊരു വിരോധാഭാസമാണ്. എന്നിട്ട് ഇവരെല്ലാവരും കോർത്തായിക്കൊണ്ട് ജനാധിപത്യം മുന്നേറുന്നത് കാണുമ്പോൾ അതിൻ്റെ ജനാധിപത്യത്തിന് എന്തെങ്കിലും കുറവില്ലെന്നല്ല, കുറവുകൾ നമുക്ക് പരിഹരിക്കാവുന്ന കുറവുകളാണ് ഉള്ളത്. അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാലത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ലോകസഭയിലും നിയമങ്ങളുണ്ടാക്കി ജനാധിപത്യത്തിന് ഉണ്ടാകാവുന്ന വിലങ്ങ് തടികളെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ രാജ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷം, അഭിമാനം തോന്നും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം നമ്മളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ രാജ്യസ്നേഹികളാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ ഭരിച്ചതുകൊണ്ടാണ്, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഒത്തിരി ഇൻവോൾവ്മെൻറ്റ് ക്രിസ്ത്യൻസിന് സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ച് പേർക്കാണ് കിട്ടിയത്. മുസ്ലിംസിന് ഒത്തിരി പേർക്ക് കിട്ടി. കാര്യം അവർ ബ്രിട്ടീഷ് ഭരണത്തിന് എല്ലാവരും തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം നിലനിൽക്കുന്ന സമയത്ത് എതിരായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പേർക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കാളിത്തം കിട്ടി. പക്ഷേ എന്ത് ഒക്കെ പറഞ്ഞാലും ശരി, പക്ഷേ വി ആർ നോട്ട് എഗൻസ്റ്റ് ദാറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകണത്, ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദം മുമ്പത്തേക്കാൾ പ്രബലപ്പെട്ട്. ഇപ്പം നമ്മൾ രാജ്യത്തിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ഇവിടുത്തെ കുറേ ഭാഗം, എല്ലാവരും അല്ല, ഒരു ന്യൂനപക്ഷ ഹിന്ദുത്വം വർഗീയതയുള്ളവർ അംഗീകരിക്കത്തില്ല. നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല, നിങ്ങൾ ക്രിസ്ത്യൻസാണ്, നിങ്ങൾ രാജ്യത്തിൻ്റെ ആൾക്കാരല്ലെന്ന് പറയും. അതുപോലെ നിങ്ങൾ മുസ്ലിംസാണ്, നിങ്ങൾ രാജ്യത്തിൻ്റെ ആൾക്കാരല്ലെന്ന് പറയും. അപ്പം നിങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യം നന്നാക്കണ്ട പറയും. പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല മിഷണറിമാർ ഈ രാജ്യത്ത് നന്നാക്കിയത്. ഇന്ത്യൻ ഹിസ്റ്ററി അസോസിയേഷൻ സ്ഥാപിച്ച ഒരു ഫാദറാണ്, പ്രീസ്റ്റ് അല്ലേ. ഇതുപോലെ ഓരോ കാര്യങ്ങളും ഇന്ത്യയിൽ 10 കൊള്ളാവുന്ന കോളേജ് എല്ലാം നടത്തുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയിൽ. ഈ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ കാഴ്ചവെച്ച ഒരു ചരിത്രവും സംസ്കാരവും ഒക്കെ ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് 8:32 സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പുറത്ത് യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമാകണമെന്നല്ല ഞങ്ങൾ പറയുന്നില്ല. യേശുക്രിസ്തുവിനെ എല്ലാവരും അറിയാൻ, അത് യേശുക്രിസ്തു ജനത്തിൻ്റെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെക്കുറിച്ചും അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയാണ്ടിരിക്കരുത് ആരും. അതിനാണ് യേശു സഭ സ്ഥാപിച്ചത്. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസമല്ല സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം കിട്ടാത്ത ആൾക്കാരില്ലേ? ഇപ്പോൾ ഓരോരോ എന്താണ് നോർത്ത് ഈസ്റ്റിൽ എന്ന് കഴിഞ്ഞാൽ പിന്നെ വനങ്ങളിൽ താമസിക്കുന്നവർ, അതുപോലെ തന്നെ മലകളിൽ താമസിക്കുന്ന ഗിരിവർഗ്ഗക്കാർ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ അവർക്ക് അറിയത്തില്ല എന്താ കാര്യം, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? നാഗാലാൻഡൊക്കെ പോയി വിദ്യാഭ്യാസം കൊടുത്തിട്ട് എത്ര അച്ഛന്മാരാണ് മരിച്ചതെന്നറിയാവോ? എത്ര മിഷണറീസാണ് മരിച്ചതെന്നറിയാവോ? കാര്യം അവർ ഏറ്റവും വലിയ അധികാരി എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ട് അവിടെ തലയോട്ടി മാലയായിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതായിരുന്നു ഇന്ത്യ. ആ ഒരു സ്ഥലത്തു നിന്ന് നാഗാലാൻഡിനെ ഉൾപ്പെടെയുള്ളവരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതും എന്താ? ഈ സുവിശേഷമാണ്. സുവിശേഷം സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും എന്തൊരു അഭിവൃദ്ധിയാണ്. ലോകത്തിന് അഭിവൃദ്ധി എന്താണ്, വികസനം എന്താണെന്നെല്ലാം കാണിച്ചു കൊടുത്തത് ആരാണ്? വികസനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം വന്നതെല്ലാം ഈ ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളാണ്. ഭൂമിയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തിട്ട് സമ്പന്നത ഉള്ള ഒരു കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ലോകത്തിന് വികസനത്തിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരണതെല്ലാം പഴയ നിയമം എടുത്ത യഹൂദന്മാരും പുതിയ നിയമം എടുത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ വികസനത്തിൻ്റെ രൂപങ്ങളെല്ലാം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ വെളിച്ചം എല്ലാവർക്കും കിട്ടാനുള്ള ബാധ്യതയുണ്ട്. വെളിച്ചം നമ്മൾ അടച്ചുപൂട്ടിയും പെട്ടിട ഈശോ പറഞ്ഞു ലോകം മുഴുവനും നിങ്ങൾ പോകണം. എൻ്റെ അർത്ഥം ലോകം നിങ്ങൾ മുഴുവനും പോകണമെന്ന് പറയുമ്പോൾ എന്താണ്? അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്നല്ലേ ഈശോ പറഞ്ഞത്. എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾ പോകണം, പോയി തല്ലുപിടിക്കണമെന്നല്ല പറഞ്ഞത്. എനിക്ക് കിട്ടിയതിൻ്റെ പകരം നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. എനിക്കിപ്പോൾ കന്യാസ്ത്രീമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഇപ്പം നാളെ എനിക്കും വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ട്. കാര്യം ആരും അറിയാതെ നിങ്ങൾ ആരും വിചാരിക്കരുത്. സുവിശേഷത്തിൻ്റെ ചൈതന്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കും. ആരെയും ബലം പ്രയോഗിച്ച് മതം മാറ്റാൻ ആർക്കും നോക്കി അതിനടുത്ത് നോൺസെൻസ്. ബലം പ്രയോഗിച്ച് ആരെങ്കിലും മതം മാറ്റാൻ പറ്റുമോ? അത് നോൺസെൻസ് അല്ലേ? ആരെങ്കിലും പറ്റുമോ? അപ്പോൾ അത് ഇല്ലാത്ത കാര്യം പറയണതാണത്. ഒരു മനുഷ്യന് ഒരു ആശയം അടിച്ചേൽപ്പിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല. ചെറുക്ക് അനുഭവങ്ങൾ വരുമ്പോൾ അവ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുമായിരിക്കും. അപ്പോൾ അനുഭവം വരാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കുക ഒന്നുമില്ല. നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. കർത്താവ് ദൈവസ്നേഹമാണെന്ന് പറയണം. അത് നമ്മളെവിടെയും പറയും. പെടൽ കണ്ടിച്ചാലും പറയും, ഏത് നരകത്തിൽ ചെന്നാലും പറയും ദൈവസ്നേഹമാണ്, നിങ്ങളുടെ സ്നേഹത്തോടെ ജീവിക്കണം. അതല്ലേ സുവിശേഷം? അതല്ലേ സുവിശേഷം? ദൈവസ്നേഹമാണ്, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം. പിന്നെ പരസ്പരം പങ്കുവെക്കണം. പിന്നെ എന്ത് ചെയ്യണം? അറിവ് സമ്പാദിപ്പിക്കണം. കാര്യം സ്വന്തമായിട്ട് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. വ്യക്തിപരമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പോൾ നമ്മൾ കൊടുത്തത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ പൊതു സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ്. സ്വാതന്ത്ര്യം രാഷ്ട്രത്തിൽ കിട്ടിയാലും അറിയാൻ പാടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറിയത്തില്ല. അപ്പോൾ അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്ര സ്വാതന്ത്ര്യമല്ല, വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ പോലും ഉപയോഗിക്കണം എങ്ങനെ? വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ. അതാണ് സഭ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സഭ ഒത്തിരിയേറെ മുറിവുകൾ മേടിച്ചിട്ടുണ്ട്. സഭയ്ക്കത് പുത്തിരിയല്ല. ഇത് നിങ്ങൾ ഓർക്കണം, ഇത് സെബസ്ത്യാനോസിൻ്റെ അപ്പോസ്തലന്മാരുടെ സഭയാണ്. അങ്ങോട്ട് കയറി ആൾക്കാരുടെ അടുത്തേക്ക് കയറി ആൾക്കാരുടെ കൈമേടിച്ച് ചത്തവരാരും ഇവിടെയില്ല. ഇവിടെ ഉള്ളവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കോങ്കോ വനത്തിലും ആമസോൺ വനങ്ങളിലും ഒറ്റക്ക് പോയി നടന്ന് സുവിശേഷ വേല നടത്തിയിട്ട് അവരുടെ കൈകൊണ്ട് മരിച്ച് ആ രക്തത്തിൽ തന്നെ അവർ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സഭയാണിത്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയണത് സ്വർഗാരോഹണത്തിലാണ് എത്തി അവസാനിക്കുന്നത്. എന്താണ്? മനുഷ്യൻ ഏറ്റവും വലിയ നമ്മളെ മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജീവനിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുവന്നവരാണ്. മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. അവൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ജനതയുടെ അവകാശമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരള സംസ്ഥാനം അതിൻ്റെ കടക്കിണികളിൽ നിന്ന് രക്ഷപ്പെടാനും
എങ്കിലും കേരള സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. എന്താ കാര്യം, ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും വരുമ്പോൾ എന്തൊരു മാറ്റമാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇന്ത്യ കുതിക്കുന്നുള്ള കാര്യം സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ വികസന രാജ്യം അല്ലെങ്കിൽ തേർഡ് വേൾഡ് എന്നൊക്കെ വിളിക്കുന്നത് അവരുടെ സൂപ്പർമസി അവർ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മൾ തേർഡ് വേൾഡൊന്നുമല്ല. തേർഡ് വേൾഡ് സാമ്പത്തിക മേഖലയിലും GDP-യിലുമാണ് തേർഡ് വേൾഡ്. GDP തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇനി ഉയരും. അപ്പോൾ അത് ഒക്കെ നമുക്ക് രാജ്യത്ത് അഭിമാനമുണ്ട്. അതിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുടെ വർഗീയതയുടെ അധ്വാനമാണെന്ന് നിങ്ങൾ പറയരുത്. ദാറ്റ് ഇസ് നോൺസെൻസ്. ഇന്ത്യയുടെ ജനത മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനാണ്. അങ്ങനെ അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ഒരുമിച്ച് അവരുടെ എല്ലാവർക്കും എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അതിനെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തോളോട് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പോകാൻ ഇന്ത്യ അധികാരികൾ കഴിയട്ടെ, അവരെ നയിക്കുന്ന പാർട്ടികൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സ്വകാര്യ അനുഗ്രഹാശംസകൾ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.